ഏട്ടാ ഒന്ന് വരുമോ? എന്താ? ഹലോ, ഓണം ഇതാ ഇങ്ങ് എത്തിക്കഴിഞ്ഞു. അതൊക്കെ അറിയണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമൊക്കെ തുറന്നു നോക്കേണ്ട അവസ്ഥയായി. കാരണം ഒന്നാമത് മലയാളം കലണ്ടർ എൻ്റെ ഇല്ല. പിന്നെ വീട്ടിലേക്ക് വിളിച്ച് ചോദിക്കണം എന്നാ അമ്മമ്മയെ വരണത്, സ്പെഷ്യൽ ഡേയ്സ് എന്നാ വരണത് എന്ന് വിളിച്ച് ചോദിക്കണം. അപ്പോൾ പറഞ്ഞു വന്നത്, ഞങ്ങളുടെയൊക്കെ സ്പെഷ്യൽ ഡേയ്സ് നന്നായി അതിൻ്റേതായ ചിട്ടയിൽ ആഘോഷിച്ച് വന്നിട്ട് വർഷങ്ങളായി. ഞാനൊരു 3 വർഷം 4 വർഷമായി. ഹസ്ബൻഡ് എനിക്ക് തോന്നുന്നു ഒരു 5-6 വർഷത്തിന് മേലെയായി. അപ്പം ഞങ്ങളുടെയൊക്കെ ഒരു ഓണം എന്ന് പറഞ്ഞാൽ തിരുവോണത്തിൻ്റെ അന്ന് ഉണ്ടെന്നൊരു സദ്യയിലേക്ക് മാത്രം ചുരുങ്ങിയൊരു ഓണമാണ്. ഇവിടെയൊക്കെ സത്യം പറഞ്ഞാൽ ഓണാഘോഷം ഇല്ലാണ്ടല്ല, ഡിസംബർ വരെ ഇനി ഓണാണ്. പലതരത്തിലുള്ള കമ്മ്യൂണിറ്റീസിൻ്റെ ഓണാഘോഷമാണ്. പക്ഷെ ഞങ്ങൾക്കതിനെപ്പറ്റി അവെയർ അല്ലാത്തത് കൊണ്ട്, ഞങ്ങളങ്ങനെ പോവാത്തത് കൊണ്ടും, പിന്നെ ഞങ്ങളുടെ പ്രത്യേകിച്ച് ഹസ്ബൻഡിൻ്റെ ഡ്യൂട്ടി അത്ര ഫ്ലെക്സിബിൾ അല്ലാത്തത് കൊണ്ടും അങ്ങനെ ആഘോഷിക്കാൻ പറ്റാറില്ല. ഓണത്തിൻ്റെ അന്ന് മാത്രം ലീവ് എടുത്ത് ഒരു സദ്യ ഉണ്ണാൽ ആയി. അതും മിക്കവാറും പുറത്തുനിന്നായിരിക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസം അങ്ങനെ ഡ്രസ്സിന് ക്രേസ് ഒന്നും ഇല്ലാത്തൊരാളാണ് പൊതുവേ. എനിക്ക് എന്തും വാങ്ങിത്തരും. പിന്നെ പുള്ളിക്കാരന് വേണ്ടിയിട്ട് അങ്ങനെ ഒന്നും സ്പെൻഡ് ചെയ്യണത് ഞാൻ കണ്ടിട്ടില്ല. നാട്ടിലെ ഒരു ഹാൻഡ്ലൂം കടയുടെ ഓൺലൈൻ പേജ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, കാര്യമായി നോക്കുകയാണ്. അപ്പം ഞാൻ ഒന്ന് ജസ്റ്റ് എത്തി നോക്കിയതാണ്. അപ്പം പുള്ളി അതിലൊരു ഷർട്ട് കണ്ട് ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു ഫുൾ കൈ ഒരു പ്ലെയിൻ ഒരു ഷർട്ടിൽ, ഒരു ഡാർക്ക് കളറിലുള്ള ഒരു ഷർട്ടിൽ ഒരു കഥകളി, ഒരു ട്രഡീഷണൽ കഥകളിയുടെ ഫേസ് വരുന്ന ഒരു ഷർട്ട്. അപ്പോൾ എനിക്ക് പുതിയൊരു ഷർട്ട് വാങ്ങിയിട്ട് പരീക്ഷിക്കാനുള്ളൊരു കോൺഫിഡൻസ് കുറച്ച് കുറവാണ്. അപ്പം ഞാൻ ഓർത്ത് ഇവിടെ ഉള്ള ഒരു ഷർട്ടിൽ അതൊന്ന് റീക്രിയേറ്റ് ചെയ്താലോ എന്നുള്ളത്. അപ്പോൾ ആളെ അങ്ങനെ ഒരു ഡിസൈനൊക്കെ വരച്ചൊന്ന് സർപ്രൈസ് ചെയ്യണം എന്നൊരാഗ്രഹം, എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഒരു കുഞ്ഞു സന്തോഷം. അപ്പോൾ എന്താവുന്നൊന്നും അറിയില്ല. ബാ നമുക്ക് നോക്കാം. ഞങ്ങളുടെ വാർഡ്രോബ് കാണിച്ചു തരാം, പക്ഷെ ഞെട്ടരുത്, അങ്ങനെ ക്ലീൻ ചെയ്തിട്ടൊന്നുമില്ല. ഈ പുള്ളി വന്നതിന് ശേഷം എല്ലാം അലങ്കോലമാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഒരു ഷർട്ട് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ടാസ്ക്. അപ്പോൾ ഈ പുള്ളീനെ ഞാനൊന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരു കയ്യിലേക്ക് ഏൽപ്പിച്ചിട്ട് പണി തുടങ്ങാമെന്ന് കരുതുന്നു. അപ്പോൾ ഈ ക്യാമറ ആംഗിളോ എവിടേക്ക് നോക്കണമെന്നോ അങ്ങനെയൊന്നും കൃത്യമായിട്ടൊരു ധാരണയില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കോൺസ്റ്റൻ്റ്ലി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണത്. അപ്പോൾ ഇതാണ് ഞാൻ സെലക്ട് ചെയ്ത ഷർട്ട് കേട്ടോ. ഇതിൽ ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് പെയിൻറ്റും ബ്രഷൊക്കെ വെച്ചിട്ടൊരു പിടിക്കാമെന്ന് വിചാരിക്കുകയാണ്. ചിത്രം വര ആധികാരികമായിട്ടൊന്നും അറിയില്ല, പക്ഷേ ഞാൻ അങ്ങനെ ചെയ്ത് കൊടുത്താൽ പുള്ളിക്കൊരു സന്തോഷം ഉണ്ടാവുമെന്ന് വിചാരിക്കണം. ഇതാണ് ഞങ്ങളെ യൂട്യൂബ് ചാനലിൻ്റെ മെയിൻ ഒരു ലക്ഷ്യം. ഞങ്ങളുടെ കുഞ്ഞു കുട്ടി കുട്ടി സന്തോഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക, അത്രയേ ഉള്ളൂ. അതിനെ നന്നായിട്ട് എടുക്കുന്നവർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനിയൊന്നും ഉണങ്ങുക മാത്രമേ വേണ്ടുള്ളൂ. അപ്പം ഞാൻ അതിൻ്റെ ഔട്ട്കം ഒന്ന് കാണിച്ചു തരാം ലാസ്റ്റ് എങ്ങനെയായി എന്നുള്ളത്. നന്നായെങ്കിൽ കമൻറ്റ് ചെയ്യണം, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ്. ഹലോ, അപ്പോൾ ഷർട്ടിലെ പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി ഈ ഷർട്ട് കാണിച്ചു കൊടുക്കാം കേട്ടോ, എന്താ റിയാക്ഷൻ നോക്കാം. എന്താ എന്ത് ഇഷ്ടായോ? അത് ഉണ്ടാക്കിയതല്ല, വരച്ചതാ. എങ്ങനെയുണ്ട് പറ, ഇഷ്ടായോ? ഒന്ന് ഇട്ട് നോട്ടെ, കണ്ടേ. ആർ യു എക്സൈറ്റഡ്? ഇഷ്ടായോ? ആ മാമിക്ക് കാണിക്കാം. ആ പാൻറ് നല്ല രസമുണ്ട്. ഓഹോ, ഏട്ടാ ഇഷ്ടായോ?
അപ്പോൾ ഈ കാര്യത്തിലൊക്കെ വേണ്ടി പറഞ്ഞാൽ മതി, നമ്മുടെ വൈഫ് ചെയ്ത് കൊടുക്കുന്നതാണ് കൊള്ളാം. അപ്പം ഇത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഈ ഒരു ചിരിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ 3 ദിവസം കഷ്ടപ്പെട്ടത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യുക.